അല്ലടി അപ്പൊ നീ അവനെ ഡൈവേഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനം എടുത്തോ? ഇത് ഞാൻ ഇന്നോ ഇന്നലെ എടുത്ത തീരുമാനമല്ല. ശരി, നിന്റെ ജീവിതമാണ്, നീയാണ് തീരുമാനിക്കുന്നത്. നിന്റെ പുറത്ത് കിടക്കണ പാടൊക്കെ ഞാൻ കണ്ടതാ. പിന്നെ അവസാനം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാളെ ഇവളുടെ ജീവിതം എന്താവും ആലോചിച്ചാ? ആലോചിച്ചു. അമ്മ എന്താ പറഞ്ഞിട്ട് ഈ സംസാരിക്കാൻ? ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോഴുണ്ട് അവിടെ തൂണേൽ കെട്ടിയിട്ട് അവിടെ തല്ലിക്കൊണ്ടിരിക്കുക, ആ പൊടിയും കുടിച്ചു കഴിഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഏതാളൊക്കെ സഹിക്കാൻ കഴിയണേ? പുതിയ കുടുംബമൊക്കെ ഉണ്ടാക്കാനേ കുറച്ച് പാടുണ്ട്. ഒരു പാടുമില്ല, ഞാൻ അവിടെ വേറെ രണ്ടാമത് കെട്ടിച്ചോളാം. ഇപ്പോഴത്തെ കാലത്തെ ചെറുക്കന്മാർക്ക് പെണ്ണിനെ കിട്ടാൻ പാട്, പെണ്ണെങ്കിൽ ചെറുക്കൻ കിട്ടാൻ ഒരു പാടില്ല. പൈസ ഉണ്ടോ ഇഷ്ടം പോലെ ചെറുക്കന്മാർ വരും. പിന്നെയാണ് ഒന്നാം കെട്ടിനെ ആളില്ല, പിന്നെയാണ് രണ്ടാം കെട്ട്. അമ്മയുടെ അക്കൗണ്ടിലുള്ള പൈസ ഞങ്ങൾക്ക് വേണ്ട, അത് എടുക്കുന്നോർത്തല്ലേ അമ്മ ഇത്രയും വേവലാതി പറഞ്ഞത്. ഓ കഷ്ടം. അതൊക്കെ പോട്ട്, ഇവക്ക് ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കൂന്ന്? അതോ ഇവക്കടെ പഠിത്തം പൂർത്തീകരിച്ചാൽ ഞാൻ എന്റെ ഓഫീസിൽ ജോലി കൊടുക്കും. അപ്പൊ ഇവക്ക് ജീവിക്കാൻ പറ്റില്ലേ? അത് വേണ്ട ഏട്ടാ. ഏത് വേണ്ടെന്ന്? നീ ഇത്ര പേടിക്കണേന്ന്? നീ ഇത്ര പാവമായി പോർത്തിട്ടോ? ശരിയല്ല ഏട്ടാ. ഏത് ശരിയല്ലെന്ന് നീ എന്തായി പറയണേ? ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെങ്കിൽ അതിന്റെ ഒരു നിനക്ക് തന്നാ കൊള്ളൂലേ?